BHEL അതായത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. പെർമനൻറ്റ് വാക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിലേക്കുള്ള സാലറി, സെലക്ഷൻ മെത്തേഡ് തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് നേരെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് വിവിധ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ജസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകണ്ട. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് 2 കാറ്റഗറിയാണ്. ഒന്ന് നമുക്ക് സൂപ്പർവൈസർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റും, രണ്ടാമത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എഞ്ചിനീയർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കാണാം 150 വേക്കൻസി എഞ്ചിനീയർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിൽ. മെക്കാനിക്കലിൽ നമുക്ക് 70 വേക്കൻസി, ഇലക്ട്രിക്കലിൽ നമുക്ക് 25 വേക്കൻസി, സിവിലിൽ 25, ഇലക്ട്രോണിക്സിൽ 20 വേക്കൻസി, ദെൻ കെമിക്കലിൽ 5 വേക്കൻസി, ദെൻ മെറ്റലർജിയിൽ നിങ്ങൾക്ക് 5 വേക്കൻസി, അങ്ങനെ 150 വേക്കൻസി ടോട്ടൽ. പിന്നെ അതിൽ സ്യൂട്ടബിൾ ആയുള്ള PWDക്ക് റിസർവ് ആയ വേക്കൻസി കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ഇവിടെ ഏകദേശം പോസ്റ്റിംഗ് പ്ലേസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ട്രിച്ചിയൊക്കെ ബേസ് ചെയ്തായിരിക്കും. പിന്നെ അതിൻ്റെ വിവിധ പവർ സെക്ടർ സൈഡിലൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വിവിധ നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാകണം എന്നുള്ള കണ്ടീഷനാണ്. ഇനി നമുക്ക് 250 വേക്കൻസി സൂപ്പർവൈസർ ട്രെയിൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇതിലും കൂടെ കാണാം മെക്കാനിക്കൽ 140, ഇലക്ട്രിക്കൽ 55, സിവിൽ 35, ഇലക്ട്രോണിക്സ് 20. അപ്പോൾ ഇതിനൊക്കെ തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അത് ഏതൊക്കെയാണ് ഡിസിപ്ലിൻ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പോസ്റ്റിംഗ് പ്ലേസസ് ഏകദേശം ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷനാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ കൂടെ കാണാൻ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായത് അതിന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, സ്കിപ്പ് ചെയ്യേണ്ട വെച്ചിട്ടാണ് ആദ്യം തന്നെ പറഞ്ഞത്. ഇവിടെ കാണാം എഞ്ചിനീയർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, കെമിക്കൽ ആൻഡ് മെറ്റലർജി 3 വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് അതത് ഡിസിപ്ലിനിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ അതായത് BE or BTech ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് BE or BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉൾപ്പെടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെ വെച്ചിട്ടും PG വിത്ത് നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രി വിത്ത് PG നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അഥവാ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം ഇൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ അല്ലെങ്കിൽ ടെക്നോളജി കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന ഡിസിപ്ലിൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ മെറ്റലർജി. അപ്പോൾ ഇതിന് തുല്യമായിട്ടുള്ള ഡിസിപ്ലിൻസ് ഏതാണെന്നുള്ളത് താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. ഓക്കെ, ദെൻ ഇതിലേക്ക് അപ്പർ ഏജ് ലിമിറ്റ് 1/2/2025 കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് 27 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾക്ക് ഈ പറയുന്ന BE or BTechൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്താണ് 2 year ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അതായത് ഈ പറയുന്ന ME or MTech അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിൽ OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതിന് SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 32 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ സൂപ്പർവൈസർ ട്രെയിൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഡിപ്ലോമയാണ്, പോളിടെക്നിക് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഡിസിപ്ലിനിൽ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 65% മാർക്ക് വേണമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഇവിടെ പറയുന്നില്ല. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ പാസ്സായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ നിങ്ങൾക്ക് സൂപ്പർവൈസർ ട്രെയിനിലേക്ക് 65% മാർക്ക് മിനിമം വേണം. ഇനി CGP ആണ് നിങ്ങളുടെ ഇതിലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് തുല്യമായിട്ടുള്ള അതായത് നിങ്ങൾ അതിനെ പെർസെൻറ്റേജ് ആക്കി മാറ്റിയിട്ട് നിങ്ങൾക്ക് ആ ഒരു പെർസെൻറ്റേജ് നിന്ന് ഉറപ്പ് വരുത്താം. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 60% മാർക്ക് മതിയിട്ട് അപ്ലൈ ചെയ്യാൻ. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് 27 ആണ്. 1/2/2025 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. OBCക്ക് 3, SC/STക്ക് 5 വർഷം, PWDക്ക് 10 മുതൽ 5 വർഷം വരെ. ഇനിയും കൂടെ കാണാം ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ അതായത് എഞ്ചിനീയറിംഗ് ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് കേട്ടോ. സൂപ്പർവൈസർ ട്രെയിൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കല്ല, എഞ്ചിനീയറിംഗ് ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ മെക്കാനിക്കലിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എന്താണ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ BE or BTechോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആ രീതിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിൽ ഇലക്ട്രിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒട്ടനവധി ഡിസിപ്ലിൻസ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഒട്ടനവധി ഉണ്ട്, സിവിൽ ആണെങ്കിൽ ഒട്ടനവധി ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഡിസിപ്ലിന് BE or BTech അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടോ നിങ്ങൾ ഡ്യുവൽ ഡിഗ്രി ലെവലിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ എഞ്ചിനീയറിംഗ് ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് സൂപ്പർവൈസറി ട്രെയിനിങ്ങിൻ്റെ അവർ ഇവിടെ പറയുന്നില്ല, എന്നാലും നിങ്ങൾക്ക് അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്ത് നോക്കട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഏജ് ലിമിറ്റ്, ഏജ് റിലാക്സേഷൻ പറഞ്ഞു. SC/STക്ക് 5 വർഷം, OBCക്ക് 3 വർഷം ഉണ്ട്.
ഓക്കെ. പിന്നെ PWD ആണെങ്കിൽ 10 മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. സെലക്ഷൻ പ്രോസസ്സ് ഈ പറയുന്ന എഞ്ചിനീയർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനെ അടിസ്ഥാനമാക്കിയിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും പ്ലസ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇതിലേക്ക് സെലക്ഷൻ ആയിട്ട് വരുന്നത്. ഇനി ഇതിലേക്ക് സൂപ്പർവൈസർ ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ 2 സ്റ്റേജാണ് വരുന്നത്. അതിലൊന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, രണ്ടാമത്തെ നമുക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവുക. ഇതിലേക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി ഇതിൻ്റെ ട്രെയിനിങ്ങും അതുപോലെ ഇതിൻ്റെ സാലറി ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന എഞ്ചിനീയർ ട്രെയിനീസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാവും. ആ ട്രെയിനിങ് സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന പേ സ്കെയിൽ 50,000 മുതൽ 1,60,000 എന്നുള്ള ആ പേ സ്കെയിലിൽ നിങ്ങൾക്ക് 50,000 രൂപയാണ് പെർ മന്തായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക ആ സമയത്ത് ട്രെയിനിങ് ഡ്യൂറേഷനിൽ കേട്ടോ. ഇനി ട്രെയിനിങ് ഡ്യൂറേഷൻ നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും, എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ പെർമനൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുകയും ഈ പറയുന്ന സ്കെയിൽ 60,000 മുതൽ 1,80,000 സ്കെയിലേക്ക് വരികയും 60,000 പെർ മന്ത് സ്റ്റാർട്ടിങ് നമുക്ക് സാലറി ആയിട്ട് ലഭിക്കും. പ്ലസ് അതിൻ്റെ കൂടെ ഒട്ടനവധി അലവൻസ് നിങ്ങൾക്ക് എക്സ്ട്രാ അതിൻ്റെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ കാണാൻ HR, അങ്ങനെ യൂണിഫോം, ഗ്രാറ്റുറ്റി, പ്രൊവിഡൻറ്റ് ഫണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ബെനിഫിറ്റ് കാര്യങ്ങളുണ്ടായിരിക്കും. ഇനി അടുത്തത് നിങ്ങൾക്ക് പറയാം, ഈ പറയുന്ന സൂപ്പർവൈസർ ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 1 ഇയർ ട്രെയിനിങ് ഉണ്ടായിരിക്കും. ആ ട്രെയിനിങ് സമയത്ത് 32,000 പെർ മന്ത് നമുക്ക് സാലറി ആയിട്ട് ലഭിക്കും. പെർമനൻ്റ് ആക്കിയാലും 33,500 നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. പിന്നെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ. ഇനി ഇതിലേക്ക് അപേക്ഷാ ഫീസ് വലിയൊരു എമൗണ്ട് വരുന്നുണ്ട്. ജനറൽ EWS OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ടോട്ടൽ 1,072 രൂപ ഫീ അടയ്ക്കണം. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് എന്താണ്, കൂടുതൽ അപേക്ഷകളൊന്നും ഇതിലേക്ക് വരാൻ സാധ്യതയില്ല. ഇത്രയും വലിയ ഫീ ആകുമ്പോൾ പഠിക്കുന്നവർ മാത്രമേ ഇതിലേക്ക് കൊടുക്കുള്ളൂ. ഒരുപാട് അപേക്ഷകളൊന്നും വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വലിയൊരു എമൗണ്ട് ഫീ ഉണ്ട്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് പ്രോസസ്സിംഗ് ഫീ മാത്രമാണ് 472 രൂപ മാത്രമാണ് അവർക്ക് ഈ പറയുന്ന ഫീ എമൗണ്ട് ഉള്ളത്. ഓക്കെ. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്. ഇപ്പോൾ ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് ജനുവരി 26 നമ്മുടെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഫെബ്രുവരി 1 തോന്നുന്നത്. ദെൻ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 28 ഫെബ്രുവരി വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഡേറ്റാണ് 11-12 ഏപ്രിലായിരിക്കും കേട്ടോ. അതുപോലെ 13 ഏപ്രിൽ. ഓക്കെ. അപ്പോൾ ഏപ്രിലായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സാം ഉണ്ടായിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 2025. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്ലൈ ചെയ്യാൻ കാത്തിക്കണ്ട, ഇപ്പോഴേ പ്രിപ്പറേഷൻ നിങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ആക്കുക. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള ബുക്കുകളൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊഡക്റ്റ് എന്നുള്ളതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടാം കേട്ടോ. നമ്മുടെ ആമസോണിലൊക്കെ വാങ്ങാൻ പറ്റിയ നല്ല ബെസ്റ്റ് റിവ്യൂസൊക്കെ നോക്കി ബുക്കൊക്കെ ഇടാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനും അപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഈ BHL എഞ്ചിനീയർ ട്രെയിനീസ് ആണ് കൂടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും താഴെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം ഇതാ നമുക്ക് ഫെബ്രുവരി 1 അവൈലബിൾ ആകുക. ആ സമയത്ത് ഞാൻ ഇവിടെ ഈ ലിങ്ക് ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നോട്ടിഫിക്കേഷൻ വീഡിയോ ഞാൻ ഇവിടെ ഇടാം. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷൻ ടീമിനെ കോൺടാക്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്നുള്ള വാട്സപ്പ് നമ്പറാണ്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ, അതങ്ങനെ ഫേസ്ബുക്കൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ എല്ലാ സോഷ്യൽ മീഡിയ ഇവിടെ ഉണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് നിങ്ങൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കിട്ടും, ഒന്നും മിസ്സാവില്ല. ഇത് മാക്സിമം നിങ്ങളുടെ കൂടുതലേക്ക് ഷെയർ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുടെ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു.